സൈഫു, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് ആ ബ്രേക്കിംഗ്? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് ആണ്. അതായത് ട്രെയിനുകളിലും മറ്റു വാഹനങ്ങളിലും എല്ലാം തന്നെ എക്സൈസും പോലീസും എല്ലാം തന്നെ പരിശോധന വ്യാപകമാക്കിയപ്പോൾ ലഹരി കടത്ത് ഇപ്പോൾ വിമാനമാർഗമായിരിക്കുകയാണ്. ആകാശപാത സ്വീകരിച്ചിരിക്കുകയാണ് ഈ ലഹരി മാഫിയ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഇത് 2019-ലും 20-ലും ഒക്കെ ചെറിയ രീതിയിൽ ഉണ്ടായിരുന്നു. അന്ന് എക്സൈസ് വലിയ രീതിയിൽ വ്യാപകമായ പരിശോധന തുടങ്ങിയപ്പോൾ ഒന്ന് നിന്നതാണ്. വീണ്ടും ഇപ്പോൾ അത് വ്യാപകമാവുകയാണ്. ഇതിൽ കഴിഞ്ഞ 5 മാസത്തിനിടെ എടുത്തിരിക്കുന്നത് 7 കേസുകളാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കൂടുതലായും വരുന്നത് MDMA ആണ്. ഓരോ ഈ എയർപോർട്ടുള്ള ജില്ലകളിലും ഒപ്പം തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ എയർ പോസ്റ്റൽ പാഴ്സലുകൾ വരാനായി ഒരു സെന്റർ ഉണ്ട്. അതിവിടെ എറണാകുളത്തുള്ളത് YMCAയുടെ അടുത്ത് കാരിക്കാമുറിയിലാണ് ഒരു സെന്റർ ഉള്ളത്. അവിടെ കസ്റ്റംസിന്റെ ഒരു ഉദ്യോഗസ്ഥനും ഉണ്ടാകും. അവിടെ വരുന്ന പാഴ്സലുകൾ കസ്റ്റംസ് സ്കാൻ ചെയ്യാറുണ്ട്. സാധാരണഗതിയിൽ അത് സ്കാൻ ചെയ്യുമ്പോൾ ഈ പാഴ്സലിൽ MDMA മാത്രമാണ് എങ്കിൽ ഈ അവർക്കത് മനസ്സിലാകും, പാഴ്സൽ പൊട്ടിക്കാം. പക്ഷെ എന്തെങ്കിലും ഉപകരണങ്ങൾക്കുള്ളിലോ അതല്ലെങ്കിൽ എന്തെങ്കിലും ടോയ്സിൻ്റെ അകത്തൊക്കെയാണ് ഇത് വെച്ചുകൊണ്ട് വരുന്നതെങ്കിൽ അത് കണ്ടെത്താനും ബുദ്ധിമുട്ടാണ്. ഇത് MDMAയും അങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾ മാത്രമായി വന്ന പാഴ്സലിൽ നിന്നാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ 63 ഗ്രാം MDMA ആണ് ഈ കഴിഞ്ഞ 5 മാസത്തിനിടെ പിടികൂടിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നലെ 1 കേസും മിനിഞ്ഞാന്ന് 2 കേസുമാണ്. അതായത് ഈ 5 മാസത്തിനുള്ള എടുത്ത 7 കേസുകളിൽ 3 കേസും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇന്നലെയും മിനിഞ്ഞാന്നുമായാണ്. ഇതിൽ ഇന്നലെ തിരുവനന്തപുരം സ്വദേശിയായ ഒരു LLB വിദ്യാർത്ഥിയെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഇയാൾ തന്നെയാണ് പ്രതിയാണ് എന്നുള്ള കാര്യത്തിൽ എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും സ്ഥിരീകരണം വേണം. കാരണം ഡാർക്ക് വെബ് വഴിയാണ് ഈ ലഹരിക്ക് വേണ്ടി ഇവർ ബുക്ക് ചെയ്യുന്നത്. ഡാർക്ക് വെബ് വഴി ബുക്ക് ചെയ്യുന്നു. അവിടെ നിന്ന് പാഴ്സൽ അയച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ സൈറ്റ് അപ്രത്യക്ഷമാവുകയാണ്. ഇത് വ്യാജവിലാസമാണ് ഇതിനു വേണ്ടി കൊടുക്കുന്നത്. ചിലപ്പോൾ ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഹോസ്റ്റലിൽ താമസിക്കുന്ന കൂടെയുള്ള ആളുടെ പേരിലായിരിക്കും, ഈ വ്യാജവിലാസത്തിലായിരിക്കും ഇത് അയക്കുന്നത്. അത് ചിലപ്പോൾ ഏതെങ്കിലും കടയിലേക്കായിരിക്കാം അഡ്രസ്സ് കൊടുക്കുക. ഈ കൂടെയുള്ള വിദ്യാർത്ഥിയുടെ പേരിലായിരിക്കും. അങ്ങനെ ഈ കടയിൽ പോയി ഇവർ വാങ്ങും. അപ്പോൾ ഇത് ആരാണ് വാങ്ങുന്നതെന്നോ അല്ലെങ്കിൽ യഥാർത്ഥ പേരുകാരനായിരിക്കില്ല വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ എക്സൈസിനൊക്കെ പോലീസിനും ഈ ഇത് ചെന്ന് അന്വേഷിക്കുമ്പോൾ ഈ അന്വേഷണം വഴിമുട്ടുകയാണ്. പിന്നീട് ഇവരുടെ ലാപ്ടോപ്പും മൊബൈൽ ഫോണൊക്കെ കസ്റ്റഡിയിലെടുത്ത് അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ച് അങ്ങനെ ഒരു ശാസ്ത്രീയമായ രീതിയിൽ മാത്രം ഇത് തെളിയിക്കേണ്ട ഒരു വലിയ വെല്ലുവിളിയിലേക്ക് വന്നിരിക്കുകയാണ്. എന്തായാലും അത് എയർ പോസ്റ്റൽ വഴിയുള്ള പാഴ്സൽ വഴിയുള്ള ലഹരി കടത്ത് വ്യാപകമാവുകയാണ്. ഇതിനിടയ്ക്ക് ഈ 7 കേസുകളിൽ 1 ഹൈബ്രിഡ് കഞ്ചാവുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നതാണ് നേരത്തെ ഈ അടുത്തിടെ ഹൈബ്രിഡ് കഞ്ചാവുകൾ ഭയങ്കരമായി ഇവിടെ വിദേശത്ത് നിന്ന് കടത്തുന്നു എന്നുള്ളത്. അതിൽ 80 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും ഇങ്ങനെ എയർ പോസ്റ്റൽ പാഴ്സൽ വഴി വരുന്നുണ്ട്. ഇപ്പോൾ MDMA ആണ് കൂടുതൽ വരുന്നത്. അത് കൂടുതലും വരുന്നത് ജർമ്മനിയിൽ നിന്നും നെതർലൻഡ്സിൽ നിന്നുമാണ്. ഈ 2 രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതൽ വരുന്നത്. എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത് വന്നാൽ പോലീസ് ഈ കസ്റ്റംസിനെ കണ്ടെത്താൻ സാധിക്കും സ്കാനിങ്ങിലൂടെ. പക്ഷെ ചില ഉപകരണങ്ങൾക്കുള്ളിൽ കൊണ്ടുവരിക, മിശ്രിതങ്ങളായിട്ട് കൊണ്ടുവരിക, രൂപമാറ്റം സംഭവിപ്പിച്ചതിന് ശേഷം കൊണ്ടുവരിക, അതാണല്ലേ അവർ സ്വീകരിക്കുന്ന രീതി. തീർച്ചയായും. ഇപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസം പിടികൂടിയിരിക്കുന്നത്, മിനിഞ്ഞാന്ന് പിടികൂടിയത് ഈ ഗുളിക രൂപത്തിൽ വന്ന ശേഷം അത് പൊടിച്ച് കൊണ്ടുവന്ന പാഴ്സലാണ്. ഇന്നലെ പിടികൂടിയത് ക്രിസ്റ്റൽ ടൈപ്പിലുള്ളതാണ്. ഇത് രണ്ടും MDMA മാത്രമായി വന്ന പാഴ്സലുകളാണ്. ഈ പാഴ്സലുകളിൽ MDMA മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ സ്കാൻ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു മരുന്നാണ് എന്ന് മനസ്സിലാക്കി കസ്റ്റംസ് ഇത് പരിശോധിക്കുകയും പിന്നീട് ഇത് MDMA ആണ് എന്ന് കണ്ടെത്തുകയുമായിരുന്നു. ഇതിൽ നടത്തിയ ഒരു അന്വേഷണത്തിലാണ് വ്യാജ അഡ്രസ്സായിരുന്നു എങ്കിൽ പോലും ഇത് പ്രതി എന്ന് സംശയിക്കുന്ന ആൾ LLB വിദ്യാർത്ഥിയാണ്, തിരുവനന്തപുരം സ്വദേശിയാണ്. അയാളെ എക്സൈസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശാസ്ത്രീയ പരിശോധന വേണം. ഇതല്ല എന്തെങ്കിലും അയൺ ബോക്സിനകത്തോ അതല്ലെങ്കിൽ ഏതെങ്കിലും കൂളറിനകത്തോ ടോയ്സിനകത്തോ ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് MDMA ആണ് എന്ന് കസ്റ്റംസിന് എന്തെങ്കിലും രഹസ്യ വിവരം ഉണ്ടെങ്കിൽ മാത്രമേ സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. അതല്ലെങ്കിൽ ഇത് കണ്ടെത്താൻ കഴിയില്ല. അതല്ലാതെ ഇപ്പോൾ ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു പാഴ്സൽ പൊട്ടിച്ച് ഉപകരണങ്ങൾ പൊട്ടിച്ച് നോക്കുക എന്ന് പറയുന്നത് കസ്റ്റംസിന് പിന്നീട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന കാര്യം കൂടിയാണ്. അതുകൊണ്ട് അതൊന്നും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ അന്വേഷണത്തിലെ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കടമ്പ. ഓക്കെ, താങ്ക് യു സൈഫു. സൈഫു ന്യൂസയാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഭയക്കേണ്ടതുണ്ട്. പല വഴികളിലൂടെയാണ് ലഹരിയുടെ കടത്ത്. നമ്മൾ ഇന്നലെ പുറത്തുവിട്ട വാർത്ത എങ്ങനെയാണ് ട്രക്ക് ഡ്രൈവർമാരും ലോറി ഡ്രൈവർമാരും അന്തർ സംസ്ഥാന ബസ് സർവീസ് നടത്തുന്ന ഡ്രൈവർമാരും ലഹരി അടക്കം കടത്താൻ വേണ്ടി അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉപയോഗിക്കുന്നത് എന്നതാണ് ഇന്നലെ പുറത്തുവിട്ട വാർത്തയെങ്കിൽ ഇന്നിപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത എയർ പാഴ്സലായിട്ട് അയക്കുന്ന മെറ്റീരിയലിൽ കൂടെ ഈ ലഹരിയും കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. 2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 3 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുക, അതിൽ MDMA തന്നെ കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായി എന്നാണ് സൈഫു ന്യൂസ് അലിയാർ കൊച്ചിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്.